ഒരു ചേച്ചിക്ക് നമ്മളോട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി കാര്യമായിട്ട് തന്നെ പറയട്ടെ. അതിനുശേഷം ഞാൻ അതിനുള്ള മറുപടി ചേച്ചിക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി പറയാനുള്ളത് പറയും. എത്രയോ കാലങ്ങളായി ഞാൻ കാണാറുമില്ല. എന്തിനും ഞാൻ അവൻ്റെ ലൈവ് സ്ട്രീം പോലും കാണാറില്ല. എനിക്കിഷ്ടമല്ല തൊപ്പിൻ്റെ ലൈവ് കാണുന്ന പരിപാടി. എനിക്കിപ്പോൾ ഇഷ്ടമല്ല. കാരണം അവൻ്റെ ലൈവിൽ പോയപ്പോൾ മുതൽ എനിക്കറിയാം ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണെന്ന്. ഇപ്പോൾ ആ തൊപ്പി മുടിയെല്ലാം കുറിച്ച് മറ്റേ നിഹാദായി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷമുള്ള ഒറ്റ സ്ട്രീം ഞാൻ കണ്ടില്ല. എൻ്റെ അച്ഛൻ സത്യത്തിൽ ഞാൻ ഒറ്റ വീഡിയോ എന്താണ് ലൈവ് സ്ട്രീംസ് ഞാൻ കാണില്ല. എനിക്കറിയാം അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നത്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, എന്താ സംഭവം എന്നെല്ലാം അറിയാം. അത് അറിഞ്ഞിട്ട് എനിക്കത് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സോ ഞാനത് കാണില്ല. എത്ര കാലങ്ങളായിട്ട് ഞാൻ കാണില്ല. ഹസ്ബൻഡ് കാണുന്നുണ്ട്, അടിയായിട്ട് കാണലുണ്ട്, വീഡിയോ കാണലുണ്ട്. ഇതിൻ്റെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഇതുണ്ടായി. പക്ഷെ അന്നേരമൊക്കെ ഞാൻ എടുത്തിട്ടാണത് കാണിച്ചതിനെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ വിശ്വസിക്കട പൊട്ടന്മാരെ. എന്നെങ്കിലും വിശ്വസിക്കും. പറഞ്ഞ കേട്ടിരിങ്ങനെ അടുപ്പുകളെ കണക്ക് നിൽക്കല്ലേ, എന്നെങ്കിലും മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇന്നവരെ ഡ്രഗ്സ് ഓൻ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഓൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിച്ചിട്ട് ഓൻ മറ്റേ എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് മറ്റേ പ്ലെയിനും കയറിയിട്ട് വന്നിട്ട് ഒളിവിൽ പോയ കഴിഞ്ഞിട്ട് നീയാതൊരു വീഡിയോ അല്ല ലൈവ് വന്ന്. ആ ലൈവ് വന്നിട്ട് കേരളത്തിന് മൊത്തം ഇത്രയും കാലം എങ്ങനെയാണോ മണ്ടന്മാരാക്കി അതേപോലെ അങ്ങ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ തൊണ്ടാണ് അങ്ങ് വിഴുങ്ങിയിട്ട് ഈ ആൾക്കാരെല്ലാം വന്ന് എനിക്ക് സൈബർ ബുള്ളിങ് വന്നിട്ട് അങ്ങേ അറ്റം കേട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ആരെയും സപ്പോർട്ട് ചെയ്യാനോ ആരെയും എന്താ പറയണ്ടേ ഇതാണെന്നൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നത് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 2022, 2023 മുതൽ ഓൻ ലൈവ് ഇമ്മാതിരിയിലെ ലൈവ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന കാലം മുതൽ നിങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മിന്നാന്നിട്ട ലൈവ് വരെയും നിങ്ങളെല്ലാവരും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കൺവിൻസിങ് സ്റ്റാർ ഓനാണ്. ഓനെ കഴിച്ചിട്ട് മാനിപ്പുലേറ്റും പിന്നെ കൺവിൻസും ചെയ്യാൻ വേണ്ടിയിട്ട് ഓനുള്ള കഴിവ് ഈ ലോകത്താർക്കെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ചേച്ചിക്ക് പറയാനുള്ള ചേച്ചി പറഞ്ഞു, ഞാൻ പറയാനുള്ള ഞാൻ പറയാം. ചേച്ചി ഒരു കാര്യം പറഞ്ഞു. ഞാൻ കുറേ കാലമായിട്ട് തൊപ്പിയുടെ സ്ട്രീമിങ് കാണാറില്ല, ഒരു പരിപാടിയില്ല, കോണ്ടാക്റ്റിംഗ് ഇല്ല, ഒന്നുമില്ല എന്നറിഞ്ഞു. അവൻ്റെ കാര്യങ്ങളിൽ തന്നെ ബോധേടാവാറില്ല എന്നാണ് ഞാൻ വീഡിയോ കണ്ട എനിക്ക് മനസ്സിലായത്. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് വന്നൊരു ഉൾവലിയാണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല, ബാക്ക് ടു ബാക്ക് വീഡിയോ ചെയ്യുന്നു ചേച്ചി. ഷമീറിനും മമ്മൂനും ജാസിക്കൊക്കെ വേണ്ടി വീഡിയോ ചെയ്യുന്നു. ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ചെയ്തെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. പക്ഷെ തൊപ്പിനെ നന്നായിട്ട് വലിച്ചു കയറാനുള്ള ശ്രമം ചേച്ചി നടത്തുന്നുണ്ട്. അപ്പം ചേച്ചി എന്നെ പറഞ്ഞു ചേച്ചിക്ക് സൈബർ ബുള്ളിങ് വരെയുണ്ടെന്ന്. അതെങ്ങനെ വരാണ്ടിരിക്കും ചേച്ചിയെ? ചേച്ചി ഒന്ന് വ്യക്തമാക്കിയിട്ടൊന്നും മനസ്സിലാക്കുക. ചേച്ചി ഇത്രയും കാലം തൊപ്പിയുടെ സ്ട്രീമിങ്ങും കണ്ടിട്ടില്ല, ഒരു പരിപാടിക്കും നിൽക്കാറില്ല, ഒന്നിനും നിൽക്കാറില്ല. പെട്ടെന്ന് ഇങ്ങനൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ചേച്ചി അങ്ങോട്ട് എടുത്ത് ചാടി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. ആരെന്തു പറഞ്ഞോട്ടെ, നമ്മൾ ആ ഭാഗം കേൾക്കാണ്ടിരുന്ന പോരെ. അത് മനസ്സിലാക്കാണ്ട് കിട്ടിയ ചാൻസ് അല്ല, റീച്ച് കൂടണമെങ്കിൽ റീച്ച് കൂടട്ടെ. ഇപ്പം കണ്ടന്റിനൊക്കെ ക്ഷാമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോട്ടോ ചെയ്യങ്ങട്. പക്ഷെ ഈ തൊപ്പിന്ന് പറഞ്ഞ ആളെ വെറുതെ കയ്യും വീശിയൊന്നല്ല, കഷ്ടപ്പെട്ട് സ്ട്രീം ചെയ്തിട്ട് ഇന്ന് ഈ ലെവലിലെത്തിയതാണ്. അപ്പോൾ അവനിക്കറിയാം എങ്ങനെ പോകണം, എന്താക്കണം എന്നൊക്കെ അറിയാം. പിന്നെ ചേച്ചി പറഞ്ഞു ജനങ്ങൾ മണ്ടന്മാരെന്ന്. ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്നുള്ളത്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ്. ഒരു നേരത്തെ പൈസക്ക് വേണ്ടിയിട്ടും വിശപ്പടക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന പരിപാടി തന്നെയല്ല എല്ലാവരും ഇത്. ഈ സ്ട്രീമിങ് ആയാലും യൂട്യൂബ് ചാനലായാലും എല്ലാതും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പം ചേച്ചി പറയണതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു കുന്തവും കുടച്ചക്കറില്ല ചേച്ചി പറയണത്. നിങ്ങൾക്ക് കണ്ടന്റിന് ക്ഷാമാണോ? ഇനിയും വീഡിയോ ചെയ്യണോ? ഇനിയും അവർ സപ്പോർട്ട് ചെയ്യണോ? കുറേ കാലം മുന്നേ തൊപ്പിനെ നല്ലോണം അറിയുന്നൊരു വ്യക്തിയാണ് ചേച്ചി. അല്ലാന്ന് ചേച്ചി പറയട്ടെ. പെട്ടെന്നൊരു ദിവസം വന്നിട്ട് തൊപ്പിനെ കുറിച്ച് അങ്ങോട്ട് പറയാം. അപ്പം ഇത്ര നാളെന്ത് പറയാനെന്ത് വായിലൊന്നും ഉണ്ടായിരുന്നില്ലേ? വായിലുള്ളൊന്നും അവക്കിറങ്ങിപ്പോയോ? അപ്പം പറയാനുള്ളത് എപ്പോഴായാലും പറയാം. അപ്പം ഇത് ഒരു ആൾക്കൊരു ആപത്ത് വന്ന് കിടക്കുന്ന സമയത്ത് വന്നിട്ട് വിളമ്പാനുള്ള കാര്യങ്ങളല്ല. അയാളെ സ്ട്രോങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ അന്നേരത്ത് പറയണം, ഇങ്ങനെയാണ് തൊപ്പി, ഇങ്ങനെയാണ്, ഇന്ന പോലെയാണെന്ന് പറയണം. അല്ലാണ്ട് അവനൊരു ആപത്ത് വന്ന് ഇങ്ങനെ ചതിക്കുഴി വിട്ട് കിടക്കുന്ന സമയത്തുണ്ട് വന്നിരുന്ന് ഇളക്കുമ്പോ ഞമ്മക്കും കൂടി ഒരു ഉളുപ്പ് വേണ്ടേ? പറയണ ഞമ്മക്കൊരു ഉളുപ്പ് വേണ്ടേ? സംഭവം വ്യക്തമായിട്ട് അറിയാം.
കണ്ടന്റിന് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് ചെയ്യാൻ വേറെ നിവർത്തിയൊന്നുമില്ല. ഇപ്പം നല്ലതെന്ന് വെച്ചാൽ നല്ല വ്യൂവേഴ്സും കിട്ടും, നല്ല ലെവലിൽ വീഡിയോ റീച്ച് ആവുകയും ചെയ്യുമെന്നറിയാം. അപ്പോൾ ആ ഒരു ഒറ്റ വഴി തന്നെ ചേച്ചി ചെയ്തെന്നുള്ളത് നല്ലോണം വ്യക്തമാണ്. ഇതിനിപ്പം നീ ചേച്ചി എന്ത് വേണമെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു, ചേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു. എനിക്ക് ചേച്ചിനോട് മുൻവൈരായി ഒന്നുമില്ല കേട്ടോ. നമ്മൾ നിങ്ങളെപ്പോലെ വലിയ ലെവലിൽ നിൽക്കുന്ന സ്ട്രീമിങ് യൂട്യൂബറോ ഒന്നുമല്ല. ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു യൂട്യൂബർ, അത്രയും മനസ്സിലാക്കിയാൽ മതി.